അപ്പോൾ ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത് നമ്മൾ പാർട്ട് 2 വീഡിയോ ഇൻഷാ അല്ലാഹ് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പാർട്ട് 2 വീഡിയോയിൽ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. നമ്മുടെ ബീഫ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലിട്ട് ഉരുപ്പൊടി ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മുടെ ഒരു കുക്കറിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ കറാമ്പും പട്ടയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സവോള ഇട്ടിട്ട് കൊടുക്കുകയാണ്. സവോള ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മുടെ കറിവേപ്പില, നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് അതിനെ കഴുകി നമ്മൾ ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സവാള നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ചിക്കനും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെതാ ഇടി നമ്മുടെ മുഴുവൻ ഭാഗത്തേക്കും എത്തണം. കൊണ്ടതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ. അതിന് ശേഷം ഉണ്ടല്ലേ നമ്മൾ ഒരു തക്കാളി അല്ലെങ്കിൽ 2 തക്കാളിയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നമ്മൾ ഈ തക്കാളി ചേർക്കുന്നതിന് നമ്മുടെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും നല്ലൊരു സ്മെല്ല് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തക്കാളി ചേർത്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ ഒരു അടപ്പൊന്ന് മൂടി വെച്ചിട്ട് 1-2 വിസിൽ നമ്മൾ അടിച്ചെടുക്കാൻ. അതിന് ശേഷം നമ്മളൊരു പാത്രം ത്തിലോട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ കറാമ്പും പട്ടയും ഇട്ടതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാ അത്യാവശ്യം ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് കറിവേപ്പിലയിട്ട് ഈ ഒരു കളറാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഗ്രീൻ ചില്ലി പേസ്റ്റും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം അപ്പോഴത്തേന് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 സ്പൂണ് 2 സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം പോകണം. അങ്ങനെ ആ പച്ചമണം പോയതിന് ശേഷം നമ്മുടെ ഇവിടെ നമ്മുടെ മില്ലിൽ കിട്ടുന്നുണ്ട്, നമ്മൾ പള്ളിക്കറി മസാല അങ്ങനെയാണ് പറയുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതും ചോദിച്ചാൽ അതിന് ശേഷം നന്നായിട്ട് അത് പോയതിന് ശേഷം നമ്മൾ ചിക്കൻ ആഡ് ചെയ്തിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ അതിന് മുകളിലോട്ട് കറിവേപ്പിലിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഒരു മൂടി വെക്കുക. നമ്മൾ വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സൂഫ്ലയുടെ വീഡിയോ നമ്മൾ ഹാഫായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്യാമറയുടെ നമ്മളൊരു വിപ്പിംഗ് ക്രീം എടുക്കുകയാണ്. നമ്മുടെ ഒരു 500 ഗ്രാമിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീമൊന്ന് നമ്മൾ പൊട്ടിക്കുന്നതിന് മുമ്പ് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് യൂസ് ചെയ്യാനായിട്ട്. ഞാനിതൊന്ന് നന്നായിട്ട് ഇതിനൊന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഈ ഒരു 500 ഗ്രാമിൻ്റെ ഇതിലോട്ട് എത്രപ്പാ 125 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ക്യാമറേൻ്റെതാണെങ്കിൽ നമുക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കിട്ടുന്നുള്ളത്. അങ്ങനെ ഞാൻ ഇതിൽ ഒരു 500 ഗ്രാമിൽ നമ്മൾ 250 ഗ്രാമോളം നമ്മൾ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്, നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരു 250 ഗ്രാമോളം നമ്മുടെ സാധനത്തിന് അനുസരിച്ചിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് ഈ ബീറ്റ് ചെയ്യുമ്പോഴായാലും ശ്രദ്ധിക്കണം, നമ്മുടെ ഇതിൻ്റെ ആ ഒരു ബാറ്റർ തയ്യാറാക്കുമ്പോൾ ആ ഒരു സംഭവത്തിൽ ഒരു നനവും ഉണ്ടാവാൻ പാടില്ല. എങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് വരത്തുമില്ല. അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ കേക്കൊക്കെല്ലാം ഉപയോഗിക്കുന്നത് പോലത്തെ ടൈറ്റൊന്നും നമുക്ക് വേണ്ട. അത്യാവശ്യം ഈ ഒരു ടൈറ്റിലാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിരുന്ന ഈ ഒരു മിക്സിലോട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ വിപ്പിംഗ് ക്രീം നമ്മളുടെ ഈ ഒരു വിപ്പിംഗ് ക്രീം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. കാരണം ഈ ഒരു വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഈ ഒരു മിക്സിലോട്ട് ഇളകണം. അങ്ങനെ ഒന്ന് നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം ഇതുപോലെ ആയിരിക്കണം. നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീം നമ്മൾ ആഡ് ചെയ്യുന്നതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൂഫ്ലയിലോട്ട് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഈ ഒരു മാംഗോ ജെല്ലി ക്രിസ്റ്റലും നമ്മളിതാ നന്നായിട്ട് നല്ലൊരു അത്യാവശ്യം ഒരു ക്യൂബ് പീസിലോട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. അങ്ങനെ നമ്മളിതാ മുറിച്ചതിന് ശേഷം നമ്മളിതാ കണ്ടല്ലോ, നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എങ്ങനെയാണ്. അത് നല്ലൊരു ക്യൂബ് പീസിലായിട്ടാണ് നമ്മളത് മുറിച്ച് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഐഷ് കാണുമ്പോൾ തന്നെ നല്ല പാങ്ങുണ്ട്. അങ്ങനെ എന്നിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ ഈ ഒരു ജെല്ലി ക്രിസ്റ്റൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഈ ഒരു മിക്സിലോട്ട് നമ്മൾ ഈ ഒരു ജെല്ലി മുഴുവനായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു മാംഗോ പൾപ്പും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടിതാ നമ്മൾ നമ്മുടെ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. എന്നിട്ടിതാ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മുടെ പിസ്ത ക്രഷ് ചെയ്തതും കൂടി നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിത് കടിക്കാൻ കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.